മോർണിംഗ്. സമയം 7:30 കഴിഞ്ഞു, 7:45. സൺഡേ ആണ്. എന്നിട്ട് പോലും ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഭൂരിഭാഗം പേർക്കും അറിയാം അത്രയും കോൺഫിഡൻസും കൺവിക്ഷനും അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് UAE റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ റിലീസ് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാറ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ കാണുന്നതാണ് മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട്. ഇതിന്റെ തൊട്ടടുത്ത് വരുന്നതാണ് എമിറേറ്റ്സ് റോഡ് E611. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ദമാക് ഐലൻഡ് എത്തും. അതായത് കഴിഞ്ഞ വർഷം 10 ബില്യണോളാണ് ഇവർ സെല് ചെയ്തത്. ആ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ദുബായുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വാട്ടർ ഫ്രണ്ട് പ്രൊജക്റ്റ് ആണോ ഡബിൾ ഇരട്ടി ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് phase 1 ദമാക് ഐലൻഡ്. ഇനി phase 2 വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിലവിലെ ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന പ്രൈസസ് ആണ് 4 ബെഡ് ടൗൺ ഹൗസിൽ. അതായത് തിലാൽ ഗാഫിൽ 4.4 മില്യൺ, 3.8 മില്യൺ ടൗൺ സ്ക്വയർ നഷാമ, 4 മില്യൺ മൂഡോണിൽ, 4 മില്യൺ പ്ലസ് ചെറിവുഡ് തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി, 3.9 മില്യൺ അറേബ്യൻ ട്രാൻസസ്, 3.8 മില്യൺ വില്ലനോവൽ. അതായത് 2025 നിങ്ങൾ ഒരു റെഡി പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും പ്രൈസ്. അപ്പോൾ ദമാക് ഐലൻഡ് ഫസ്റ്റ് ഫേസ് അതായത് 2.25 മില്യൺ ആണ് ഫസ്റ്റ് ഫേസ് വന്നത് 2024 ഫുൾ സോൾഡ് ഔട്ട്. 10 ബില്യൺ സോൾഡ് ഔട്ട്. 2.75 മില്യൺ ആണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന phase 2. അതും 8 ഐലൻഡ് ബേസ് ചെയ്തിട്ട് വരുന്നത്. ഇത് 6 ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് 8 ഐലൻഡ് ആണ്. അപ്പോൾ ഏതൊരു വാട്ടർ ഫ്രണ്ട് പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ അതിൽ നല്ല ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ.